തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ ഒരു പേരുകേട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏർക്കാട് അഥവാ ഏർക്കാട്. ഇത് പൂർവഘട്ടത്തിലെ സർവരായൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിലാണ് ഏർക്കാടിൻ്റെ സ്ഥാനം. കാപ്പിത്തോട്ടങ്ങളും ഓറഞ്ച് തോട്ടങ്ങളും അതുപോലെ മനോഹരമായ വനങ്ങളും നിറയെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളും ഹെയർപിൻ വളവുകളുള്ള റോഡുകളുമൊക്കെ ഏർക്കാടിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്നു. സേലത്ത് നിന്ന് 30 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. ഞങ്ങൾ രാവിലെ സേലത്ത് നിന്ന് യാത്ര ആരംഭിച്ചു. ഞങ്ങളുടെ ട്രാവലർ ഏകദേശം 18ഓളം ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ 20 ഹെയർപിൻ വളവുകൾ കയറിയാണ് ഏർക്കാടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടൈക്കനാലിലേക്കും ഊട്ടിയിലേക്കും കുടകിലൂടെയും ഒക്കെയുള്ള യാത്രകളെ അനുസ്മരിപ്പിക്കുന്ന പ്രകൃതി കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഊട്ടിയും കൊടൈക്കനാലും നീലഗിരി ബയോസ്ഫിയറിൽ പെടുന്നതാണെങ്കിൽ ഇത് പൂർവഘട്ട മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീതി കുറഞ്ഞ റോഡാണ്, ഹെയർപിൻ ബെൻഡുകളാണ്. നീട്ടി ഹോണടിച്ചാണ് ഞങ്ങൾ ഡ്രൈവർ ഓരോ വളവുകളും തിരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹോൺ നീട്ടിയടിക്കണമെന്ന ബോർഡ് ഇവിടെ പലയിടത്തും സ്ഥാപിച്ചതായി കാണാം. രംഗരാജൻ എന്നാണ് ഞങ്ങൾ ഡ്രൈവറുടെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു കോവിൽ പോലെ തന്നെയാണ് ഈ ട്രാവലറിൻ്റെ ക്യാബിനിൽ, ഡ്രൈവറുടെ ക്യാബിൻ നിറയെ ദൈവങ്ങളുടെ ചിത്രങ്ങളാണ്. മാലകളും അലങ്കാരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ചെറിയൊരു കോവിൽ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സീറ്റിന് ചുറ്റും. ഇളയ ദളപതിയായ വിജയുടെ ആരാധകൻ കൂടിയാണ് ഇദ്ദേഹം. കുറഞ്ഞ സംസാരം മാത്രമേ ഉള്ളൂ. ഒരു പാവം തമിഴ്നാട്ടുകാരനാണത്. ഹെയർപിൻ വളവുകൾ തിരിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാപ്പിത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ. നേരത്തെ മഞ്ഞ് നീക്കി സൂര്യരശ്മികൾ പതിക്കുന്നു. അതിവേഗത്തിൽ മൂടൽ മഞ്ഞ് ചിലപ്പോൾ കടന്നു വരും. യാത്രയെ, കാഴ്ചയെ തടസ്സമാക്കിക്കൊണ്ടുള്ള മൂടൽ മഞ്ഞ് പക്ഷെ മനോഹരമായ ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഞങ്ങളിങ്ങോട്ടേക്കുള്ള ഞങ്ങളുടെ ഏർക്കാടിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ ഏർക്കാട് സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ഗേറ്റ് കടന്നാണ് ഉള്ളിലേക്ക് കയറുന്നത്. വലിയൊരു സമതല പ്രദേശമാണ്. ഇവിടെ വ്യൂ പോയിൻറ്റുകളും വാച്ച് ടവറുകളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം കുട്ടികൾക്ക് മുതിർന്നവർക്ക് ആസ്വദിക്കാനുള്ള റിക്രിയേഷൻസ്, ചില സംവിധാനങ്ങളൊക്കെ, ഊഞ്ഞാലുകളും തൊട്ടിലുകളും ഒക്കെ ഉണ്ട്. സഞ്ചാരികളൊക്കെ അവരുടെ ഫോട്ടോകൾ എടുക്കുന്ന കാഴ്ചയാണ്. ചെറിയ ചെറിയ കടകളാണ്, ചായക്കടകളും അതുപോലുള്ള കടകളും. ഇത് ആട്ടുകാൽ സൂപ്പ് എന്നറിയപ്പെടുന്ന കൊല്ലിമലയിലെയും ഏർക്കാടിലെയും ഒരു പ്രത്യേക വിഭവമാണ്. ഓക്ക് ലീഫ് ഫേൺ റൂട്ട് എന്നറിയപ്പെടുന്ന വലിയൊരു പന്നൽ ചെടിയുടെ കാണ്ഡമാണ് ഇതിനായി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ മറ്റ് ഔഷധ ഗുണമുള്ള വെളുത്തുള്ളി, മല്ലി, ഇഞ്ചി, തക്കാളി, കുരുമുളക്, ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സന്ധിവേദനയ്ക്ക് ഉത്തമമായ ഒരു സൂപ്പാണ് ഇത്. ഞാനത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആകാശഗംഗ വെള്ളച്ചാട്ടത്തിലേക്ക് കൂറ്റൻ 1200 പടവുകൾ പോകുന്നതിന് മുന്നേ ഈ സൂപ്പ് ഞാൻ കുടിച്ചിരുന്നു. അതിൻ്റെ ഒരു ഗുണം കിട്ടിയെന്നാണ് തോന്നുന്നത്. മഞ്ഞ് മൂടിയ
അവധിയുള്ള ഒരു ദിവസമായതിനാൽ ഞായറാഴ്ചയായിട്ടും സഞ്ചാരികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം റൈഡുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. കുട്ടികളെ ആകർഷിക്കാനുള്ള റൈഡുകളാണ് ഇതൊക്കെ. എന്നാൽ ഇവയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഞങ്ങൾ തിരിച്ചു വീണ്ടും ഏർക്കാട് പട്ടണത്തിലൂടെ, ഒരു കൊച്ചു പട്ടണമാണ് ഏർക്കാട്. ഉച്ചഭക്ഷണം അവിടെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇതിന് സമീപത്തുള്ള റോസ് ഗാർഡനിൽ കയറി. റോസ് ഗാർഡനിൽ കയറുന്നതിനും 50 രൂപയാണ് ടിക്കറ്റ്. എന്നാൽ റോസ് പുഷ്പങ്ങളൊന്നും, പനിനീർപ്പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. എന്നാൽ മറ്റ് ചെടികളും പൂക്കളുമൊക്കെ ഉണ്ട്. റോസ് ചെടികൾ പ്രൂൺ ചെയ്ത കാഴ്ചയാണ് ഇത്. എന്തായാലും ഏപ്രിൽ മെയ് മാസമാകുമ്പോഴേക്കും നന്നായിട്ട് പൂത്ത് നല്ല ഗാർഡനായി മാറും. വളരെ വിശാലമായൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. ഇതിൻ്റെ തോട്ടത്തിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഉയരത്തിലുള്ള ഒരു കുന്നിൻ പ്രദേശത്തെത്തും. അവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ഇതിന് സമീപത്തായിട്ട് ഊട്ടിയിലെയും കൊടൈക്കനാലിലും പോലെ ഒരു മനുഷ്യനിർമ്മിത തടാകമുണ്ട്. ബോട്ടിംഗ് ആണ് അവിടുത്തെ പ്രധാന ആകർഷണം. ഒരു ദിവസം പോയി വരാനുള്ള ചുരുങ്ങിയ ചെലവിൽ ആസ്വദിക്കാനുള്ള ഒരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് ഏർക്കാട്.